ഇന്നത്തെ വീഡിയോ കണ്ടു തുടങ്ങി. അതൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഈ ആസാം, അതുപോലെ തന്നെ ആസാം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ടാക്സി വിളിച്ച് നേരെ ഷില്ലോങ്ങിലെത്തി. ഷില്ലോങ്ങിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തതായിട്ട് തോന്നിയത് ട്രാഫിക്കാണ്. ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം ഷില്ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയയുടെ ക്യാപിറ്റൽ തന്നെയാണ്. അതുപോലെ തന്നെ റോഡാണെങ്കിലും കൺജസ്റ്റഡാണ്. പിന്നെ എല്ലാം പാക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഇടിച്ച് കയറി കുത്തി ഇങ്ങനെ പോവില്ല. എല്ലാവരും ക്ഷമയോടെ തന്നെയാണ്. കാരണം ഇത് അവരുടെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഒരു 2 കിലോമീറ്റർ പോലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മൾ ട്രാഫിക്കിൽ പെട്ടു പോകേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു മിഷണറി അച്ഛൻ്റെ കൂടെയാണ്. അപ്പോൾ അവിടേക്കുള്ള വഴിയും കുറച്ച് കയറ്റമുള്ളതാണ്. നമുക്കൊക്കെ ഇതൊരു കുറച്ച് പ്രയാസം തോന്നും, പക്ഷെ അവർക്കത് വളരെ നിസ്സാരമാട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വഴിയെല്ലാം നല്ല ക്ലീനായിട്ടാണ് അവർ നോക്കുന്നത്. നമ്മളെപ്പോലെ ചപ്പ് ചവറ് അവിടെ ഇങ്ങനെ വലിച്ചു വാരി അങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല ക്ലീനാണ്. പിന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാർ പോലത്തെ ഒരു കാലാവസ്ഥയാണ്. ഒരു കുളിർമയായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. പിന്നെ ഏത് നിമിഷവും മഴയും പെയ്യാം, ഒട്ടും അപ്രതീക്ഷിതമായ മഴ പെയ്യാം. അതാണ് വേറൊരു ഹൈലൈറ്റ്. ഇവിടെയാണ് ഞങ്ങൾ ഇനി താമസിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 4-5 ദിവസം ഞങ്ങളിവിടെ കാണും. ഈ മിഷണറി അച്ഛൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ നേരെ ആത്മാക്കളെ കാണാൻ വേണ്ടി നേരെ ഷില്ലോങ് കാത്തലിക് സിംതേരിയിലേക്ക് ഞങ്ങൾ പോയി. അതാണ് മേഘാലയയിലെ ഏറ്റവും വലിയ കാത്തലിക് സിംതേരിയാണ്. വിശാലമായിട്ട് കിടക്കുക കേട്ടോ. കാണാനും വളരെ മനോഹരമാണ്. ഒരു ഫോറിൻ ഒരു ടച്ചൊക്കെ നമുക്ക് തോന്നാം. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, കല്ലറയിൽ 2 കുരിശ് കാണാൻ പറ്റും. അതായത് ഹസ്ബൻഡിനെയും വൈഫിനെയാണ് അവർ ഒരു കല്ലറയിൽ തന്നെ അടക്കുന്നത്. അതൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ ഈ കല്ലറ ഫുള്ള് മെഴുകുതിരിയൊക്കെ വെച്ച് അലങ്കരിക്കും. അത് ഭയങ്കര ഭംഗിയാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ എലിഫൻറ്റ് വാട്ടർഫാളിലേക്ക് പോയി. അവിടുത്തെ ചെറിയ അരുവിയിലെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറാണ്. എടുത്ത് ചാടി കുടിക്കാനൊക്കെ തോന്നും, കാരണം അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയറാണ്. അതിൽ നല്ല തണുപ്പുമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നേരെ എലിഫൻറ്റ് വാട്ടർഫാൾ കാണാൻ പറ്റും. വേനലായാലും മഴയായാലും ഈ വെള്ളം ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇതൊരു മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ
ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓഗസ്റ്റിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒക്കെയാണ് ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. മഴയൊക്കെ ഒരു അവസാനിക്കുന്ന ഒരു ടൈമിലായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റിയത്. ഈ ഒരു വീഡിയോ ഇവിടെ തിരികെയാണ്, പക്ഷേ വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത പാട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.